അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഹൃദ്യമായൊരു ലൈഫ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും റസ്സ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാൻ പോണത്. ഒരുപാട് ആളുകൾ സങ്കട രൂപേണ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ പലപ്പോഴും ഞങ്ങൾ സഹിക്കാൻ പറ്റണില്ല വേദന, ഞങ്ങൾക്ക് ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ, പക്ഷേ എൻ്റെ ഭർത്താവിനെ ചതിച്ചു ഉസ്താദേ, സഹിക്കാൻ പറ്റണില്ല, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പൊട്ടിത്തെറിച്ചു, ഞാൻ പ്രശ്നമുണ്ടാക്കി, ഇനി എങ്ങനെ ഈ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകും? എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ ഒരുപാട് കമൻസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ റസ്സ വ്ളോഗ്സിൽ തന്നെ ഇത്തരം കമൻസ് ധാരാളമായി വരുന്നുണ്ട്. എനിക്കൊരു പെൺകുട്ടിയുടെ അനുഭവം ഓർമ്മയിൽ വരുന്നുണ്ട്. ആ പെൺകുട്ടി, അവൾ ഭർത്താവും നല്ല രീതിയിൽ തന്നെ താമസിച്ച് സന്തോഷത്തോടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഭർത്താവിന് ജ്വല്ലറി ഉണ്ട് സ്വന്തമായിട്ട്, മറ്റ് പല പ്രധാനപ്പെട്ട ജോലികളൊക്കെ ഉണ്ട്. നല്ല ഹാപ്പി ലൈഫായിരുന്നു അവർക്ക്. 2 കുട്ടികളുണ്ട്. നല്ല കുട്ടികളോടൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ആ സഹോദരിക്ക് PSC ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഏട്ടാ എനിക്ക് PSC ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, എന്താണ് ചേട്ടൻ്റെ ഒപ്പീനിയൻ? പറഞ്ഞു, നീ വെറുതെ ഇരിക്കുകയല്ലേ, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് നല്ലൊരു PSC എക്സാമൊക്കെ എഴുതി നല്ലൊരു ഗവൺമെൻറ് പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അഭിമാനമല്ലേ. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അവളുടെ ഒരു പാഷന് വേണ്ടിയിട്ട് ഭർത്താവ് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുകയാണ്. അവിടെ മുതൽ ഇവളിങ്ങനെ നന്നായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ സംഭവിച്ചൊരു താളപ്പിഴവുണ്ട്. എന്താണെന്നറിയോ? പതിയെ ഇവള് ഭർത്താവ് വരുമ്പോഴൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്, ഫുൾ ടൈം പഠിത്തം. ഭർത്താവ് രാത്രി ബെഡ്റൂമിൽ പോയിട്ട് ഇങ്ങനെ കാത്തിരിക്കും, ഇവള് വരുന്നില്ല, ഇവള് പഠിക്കുകയാണ്. കാരണം അത്രത്തോളം അവൾ ഡെഡിക്കേറ്റഡ് ആയിരുന്നു പഠിക്കുകയാണ്. ഭർത്താവിൻ്റെ റൂമിലേക്ക് പോലും വരുന്നില്ല. എപ്പോഴോ ഭർത്താവ് ഉറങ്ങിക്കഴിയുമ്പോഴാണ് അവൾ വന്ന് കയറുന്നത്. അതായത് സെക്ഷുവൽ ലൈഫ് പോലും, ആ ഇൻട്രാക്ഷൻസ് പോലും വളരെ മനോഹരമായിരുന്നു അവർക്കിടയിൽ. പക്ഷേ അതുപോലും പതിയെ എപ്പോഴെങ്കിലും ഒന്ന് ചിലപ്പോൾ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിപ്പോയിരുന്ന ഒരു ഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഫോണിൽ പെട്ടെന്നൊരു വാട്സപ്പ് ചാറ്റ് അവൾ കാണുകയാണ്. അതിൽ മറ്റേ നമ്മുടെ കിസ്സിൻ്റെ ഇമോജി ഉണ്ടല്ലോ, കിസ് കൊടുക്കുന്ന ആ ഇമോജി ഇങ്ങനെ നിറയെ വരുന്നുണ്ട്. അവളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതൊരു പെണ്ണിൻ്റേതാണ്. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ പറയുന്നുണ്ട്, സഹിക്കാൻ പറ്റിയില്ല എനിക്ക്, ഞാൻ ആ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഞാൻ ശക്തമായി ഭർത്താവിനെ ഞാൻ ഇടിച്ചു, അതുപോലെ തന്നെ എനിക്ക് വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞു, ഞാൻ പാത്രങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചു, തേപ്പ് പെട്ടി ഇസ്തിരിപ്പെട്ടി ഉണ്ടായിരുന്നു അത് വലിച്ചു മതിലിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചു, ചതിയ എന്ന് മുഖത്ത് നോക്കി ഞാൻ ധാരാളം വിളിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിപ്പോയി, ഒരുപാട് പ്രശ്നങ്ങളായി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരുമിച്ച് കിടക്കാതെ, കാരണം എനിക്ക് ഭയങ്കര പ്രയാസം, കാരണം എന്നെ ചതിച്ചുള്ള എൻ്റെ ജീവിതം തകർന്നു, ഇനി ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു പോയി. അങ്ങനെ പിന്നീട് ഇയാൾ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ, എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഏട്ടനെ മൈൻഡ് ചെയ്യൂല. വന്ന് കയറുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും, അവിടെ പോയിട്ട് വരെയായിരിക്കും അല്ലേ, അവരുടെ അടുത്ത് പോയിട്ട് വരെയായിരിക്കും, എന്തിനാ ഇങ്ങോട്ട് വന്നത്, അവരുടെ കൂടെ പോയി കിടന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇത് ദിനേന ഇങ്ങനെ പതിവായപ്പോൾ എൻ്റെ ഭർത്താവ് പതിയെ വീട്ടിലേക്ക് വരുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു നേരത്തായി. കൃത്യം ഒരു 9 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് വന്നിരുന്ന മനുഷ്യൻ ചിലപ്പോൾ വന്നു കയറുന്നത് 1 മണിക്കാണ്. ഭർത്താവിന് ഭാര്യയെ പേടിയാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഞാൻ വീട്ടിലേക്ക് വന്നാൽ അവളെന്നെ ഉപദ്രവിക്കുമോ, അവളെൻ്റെ മേത്തേക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയോ, ഒരു വേള ഞാൻ സഹി കെട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി എന്ന് പോലും ആ സഹോദരി പറയുന്നുണ്ട്. ആ തുപ്പിയതിന് ശേഷം ഭയങ്കര മാറ്റം പ്രകടമായി. വീട്ടിലേക്ക് ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമാണ് വരുന്നത്. അദ്ദേഹത്തിന് വിധവയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സഹോദരിയുമായി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായി അദ്ദേഹത്തിന് വലിയൊരു റിലേഷൻ ഉണ്ടായിത്തീരുകയും അവർ തമ്മിൽ ഒരുമിച്ച് വീട്ടിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ മനുഷ്യൻ വീട്ടിലേക്ക് വരാതെ ആ സ്ത്രീയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്തു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായി. ഈ PSCയുടെ സ്ട്രെസ്സൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പഠിത്തമൊക്കെ നിർത്തി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, വല്ലാത്ത പ്രയാസം, എനിക്ക് പ്രഷർ കൂടി, അതുപോലെ തന്നെ എനിക്ക് പല ബുദ്ധിമുട്ടുകൾ, എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്, എല്ലാം കൂടി, അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടി. ഡോക്ടേഴ്സ് തന്നെ ഒരുപാട് മെഡിസിൻ തന്നത് കഴിച്ച് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. 6 കൊല്ലത്തോളമായി, 6 കൊല്ലം സഹിക്കാൻ പറ്റണില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചൊരു പെൺകുട്ടി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം, എന്നോട് പൊട്ടിത്തെറിക്കരുത്. അദ്ദേഹം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. നിനക്ക് നിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ആ മനുഷ്യനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടോ? ഉണ്ട്.
അദ്ദേഹത്തെ തിരിച്ച് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയണത് കേൾക്കണം, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ചിലപ്പോൾ ഇത് 100% സക്സസ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. നീ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചിലപ്പോൾ 4 മാസം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 കൊല്ലമൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ പോലും 100% സക്സസ് ആണെന്ന് പറയാൻ ഒരു സ്കോപ്പും ഇവിടെ ഇല്ല. എന്നാലും നീ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അദ്ദേഹം പറഞ്ഞു, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്നു മുതൽ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ നീ അദ്ദേഹത്തോട്, നീ അവിടെ പോയതല്ലേ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്തിനാ അവിടെ കൂടെ പോയി കിടന്നാൽ പോരായിരുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക. വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക. ഇത്തരം സംസാരങ്ങളൊന്നും വേണ്ട. സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുക. അദ്ദേഹവുമായി നീ മുൻപെങ്ങനെയായിരുന്നു അതുപോലെ ആയിത്തീരാൻ പതിയെ പരിശ്രമിക്കുക. അതുപോലെ അദ്ദേഹവുമായുള്ള സെക്ഷുവൽ ഇൻ്റർകോഴ്സ് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോയി 6 കൊല്ലം മുമ്പ് അല്ലേ, ആ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് പതിയെ റീസ്റ്റാർട്ട് ചെയ്യാനായി നീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിരിക്കുക. ബെഡ്റൂമിൽ അദ്ദേഹത്തോടൊപ്പം പോയി നീ താമസിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പോയിരിക്കുക. ഒരുമിച്ച് ഉറങ്ങാനുള്ള പരിപാടികൾ വീണ്ടും ആരംഭിക്കുക. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയതൊക്കെ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഈ മനുഷ്യന് വീട്ടിലേക്ക് തീരെ വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം എന്നോണം നീ ഇത് സ്ഥിരമായി ഇങ്ങനെ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിൻ്റെ ലൈഫ് നന്നാക്കേണ്ടത് നീയാണ്. മറ്റൊരാൾക്ക് വേണ്ടി നശിപ്പിച്ച് കളയാനുള്ളതല്ല നിൻ്റെ ലൈഫ്. നിൻ്റെ ലൈഫിൽ നീ ഒരു കാര്യം പ്ലഡ്ജ് ചെയ്യണം. എന്താണെന്നറിയോ? നീ PSCക്ക് പഠിക്കണം, നീ ഇരുന്ന് പഠിക്കണം, നന്നായി പഠിക്കണം. മാത്രമല്ല നിൻ്റെ ആരോഗ്യം നശിച്ചതുകൊണ്ട് ഒരാൾക്കും ഒരു സങ്കടം വരാനില്ല. ഇപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ സങ്കടം വന്നുള്ളതൊന്നുമില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ ആരോഗ്യം നിനക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നീ കൃത്യമായി എക്സസൈസ് ചെയ്യുക, കൃത്യമായി മെഡിസിൻ കഴിക്കുക. അതുപോലെ തന്നെ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ ഭർത്താവ് വരുമ്പോൾ സ്നേഹത്തോടെ പരിചരിക്കുക. ഏതാണ്ടൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വീണ്ടും വരുന്നുണ്ട്. സാറ് പറഞ്ഞത് എത്ര സത്യമാണ്. എൻ്റെ ഭർത്താവ് അവളുമായുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു. എൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ മദ്യപിച്ച് വന്നിട്ട് എൻ്റെ കാലിൽ കിടന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞത്, മോളെ ചേട്ടൻ നിന്നോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണം. ആദ്യം നീ ആ ചാറ്റ് പിടിച്ച സമയമുണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അതായത് നിന്നെ എൻ്റെ അടുത്തേക്ക് കിട്ടാതെ കുറേ നാളുകളിങ്ങനെ വന്നപ്പോഴേ എൻ്റെ മനസ്സ്, മനുഷ്യനല്ലേ, ഒരു തെറ്റ് പറ്റിപ്പോയതാണ്, ഞാനതിൽ വീണുപോയി. സെക്ഷുവലായ ചില മോശം ചാറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരിക്കലും ഞങ്ങൾ ശാരീരിക ബന്ധം പുലർത്തിയിരുന്നില്ല. പക്ഷേ എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് നീ എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയൊരു ഘട്ടമുണ്ടല്ലോ, പിന്നെ എനിക്കിഷ്ടമില്ലാതിരുന്നിട്ട് കൂടെ വാശിയായിരുന്നു നിന്നോട്, എങ്ങനെയെങ്കിലും നിന്നെ തോൽപ്പിക്കണമെന്ന്. ആ വാശിക്ക് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്, നിനക്കറിയാത്തതല്ലല്ലോ. പക്ഷേ ഈ ഒരു 6 മാസം ഞാൻ അനുഭവിച്ചതാണ് ജീവിതം. ഇത്രയും നാൾ അവിടെ പോയി ഞാനിങ്ങനെ കിടക്കുമായിരുന്നെങ്കിലും എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. മനസ്സ് മൊത്തം എൻ്റെ മക്കളും നീയുമായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ പൂർണ്ണമായിട്ടൊന്നും മറന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ നീയുണ്ട്. കാരണം ഞാൻ താലി കെട്ടിയത് നിന്നെയാണ്, മറ്റതൊക്കെ വന്നു കയറിയതാണ്. കാരണം നീ എന്നെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ എനിക്ക് ആരുമില്ല എന്നൊരു തോന്നലിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട്. അതെൻ്റെ പ്രശ്നമാണ്. നീ എനിക്ക് പുറത്തു തരണം. ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്നറിയുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാർ, ഇപ്പോൾ ഞാൻ എൻ്റെ മരുന്ന് ഈ 6 മാസത്തിനിടയിൽ മരുന്ന് വളരെ കുറച്ചിട്ടുണ്ട്. എനിക്ക് സ്ട്രെസ്സൊക്കെ എന്നിൽ നിന്ന് മാറിയതുപോലെ എനിക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ സഹോദരങ്ങളെ. അപ്പോൾ നമ്മളൊരു കാര്യം ഇതിൽ നിന്ന് വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ലൈഫ് അത് നന്നാക്കേണ്ടത് നിങ്ങളാണ്. മറ്റൊരാൾ നിങ്ങളുടെ ലൈഫ് നന്നാക്കാൻ പരിശ്രമിച്ചു എന്ന് വരികയില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എന്നാലാണ് നമുക്ക് കൃത്യമായി എക്സസൈസ് ചെയ്യാനും നമ്മുടെ ശരീരം കൃത്യമായി നന്നാക്കാനും. നമ്മൾ കൃത്യമായി എണീറ്റ് നിന്നെങ്കിൽ മാത്രമേ ഭർത്താവിനെ പ്രണയിക്കാൻ നമ്മളുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ആദ്യം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എന്നിട്ട് ഇണയ്ക്ക് വേണ്ടി ആ ഇണക്കായുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, പരിശ്രമിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ? പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ലൈഫ് അത് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുക. കൃത്യമായി എക്സസൈസ് ചെയ്യുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനാകെ തകർന്നു പോയി, ഇനി എനിക്ക് ആരുമില്ല, ഇനി എൻ്റെ മുമ്പിൽ ആത്മഹത്യ, അങ്ങനെയല്ല. എനിക്കൊരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് നന്നായി നിവർന്ന് നിന്ന് ജീവിക്കാൻ പറ്റും. അതോടൊപ്പം പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളൊക്കെ പുറത്തു കൊടുത്തിട്ട് നന്നാക്കാൻ ശ്രമിച്ചു നോക്കണം. നന്നായേക്കാം. നമ്മുടെ ജീവിതം മനോഹരമല്ലേ? എന്തിനാണ് വെറുതെ നശിപ്പിച്ച് കളയുന്നത്? അതുപോലെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇത്തരം മോശമായ ചാറ്റുകളിലേക്കും ഹറാമുകളിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ കാണുന്നുണ്ടാകില്ല, ഭർത്താവ് കാണുന്നില്ലായിരിക്കാം. എല്ലാത്തിനും മേലെ
റബ്ബുൽ ആലമീനില്ലേ? അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ എന്താണ് മറച്ചു വെക്കാൻ നോക്കുന്നത്? അള്ളാഹു കാണില്ലേ? എപ്പോഴും നമ്മളിങ്ങനെ രഹസ്യമായി ചെയ്യുന്നത് ഒരു ദിവസം പിടിക്കപ്പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതം തകരും. നിങ്ങളുടെ മനസ്സിൽ ഭാര്യയോട് സ്നേഹം ഉണ്ടാകും, പക്ഷേ എന്തോ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ ചാറ്റായിരിക്കും. പക്ഷേ ഭാര്യ അതറിയുന്നതോടുകൂടെ ജീവിതം തകരും. മക്കൾ നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അന്ന് ഈ സ്നേഹമെന്ന പേരിൽ നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഒരാളും നിങ്ങളെ കൈപിടിക്കാനുണ്ടാവില്ല. അതുമാത്രമല്ല, പരലോകത്തേക്ക് തൗബയില്ലാതെ നമ്മൾ ചെന്ന് കയറുകയാണെങ്കിൽ കഠിനമായ ശിക്ഷ നമ്മെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവാതിരിക്കുക. ഇതിൽ പെട്ടുപോയ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, ഭർത്താക്കന്മാർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാറ്റിക്കൊന്ന് നിങ്ങൾ പിന്തുടർന്ന് നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഹൃദ്യമായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.